വെറും 1,40,000 മാത്രം സൈനിക ശക്തി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സൈനികരുണ്ടായിരുന്ന പാകിസ്ഥാൻ ആർമി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ മിലിറ്ററി പവറായിട്ട് വളർന്നു വന്നത് എങ്ങനെയാണ് എന്നിപ്പോൾ രാജ്യം ചർച്ച ചെയ്യുകയാണ്, ലോകം ചർച്ച ചെയ്യുകയാണ്. അവരുടെ ഒരു മിലിറ്ററിയുടെ ഒരു ഏകാധിപത്യം യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഭീകരവാദത്തെ വളർത്തുകയായിരുന്നില്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 1947 നമ്മൾ പുറകോട്ട് പോയാൽ അന്ന് യഥാർത്ഥത്തിൽ അവിടെ ഒരു രാജ്യം തന്നെ കരുപ്പിടിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഇപ്പോൾ പാക് മിലിറ്ററിയെ നമ്മൾ വിശകലനം ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ പാക് മിലിറ്ററി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വലിയ പ്രത്യേകതകളുള്ളൊരു മിലിറ്ററിയാണ്. അത് ഒന്ന്. അതിലൊന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ മിലിറ്ററി എന്ന് പറയുന്നത് രാജ്യം കാക്കാൻ മാത്രം ആണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ മിലിറ്ററി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു മിലിറ്ററിയാണ്. എന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ GDPയിലേക്ക്, അതായത് പാകിസ്ഥാൻ്റെ ഗോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മിലിറ്ററിയുടെ ബിസിനസ്സുകളാണ്. ഇവിടെ യഥാർത്ഥത്തിൽ റിലയൻസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ GDPയിലേക്ക് 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വ്യവസായം. അവിടെ അത് പാക് മിലിറ്ററി ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പാക് മിലിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12% വരുന്ന GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അത് കൂടാതെ പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ 12% അവരുടെ കയ്യിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ 50ഓളം വരുന്ന വലിയ പ്രൊഡക്റ്റുകൾ, വലിയ വ്യവസായങ്ങൾ, വലിയ ഭീമന്മാരായിട്ടുള്ള ഒരു ബിസിനസ് ജൈൻറ്റ് കൂടിയാണ് യഥാർത്ഥത്തിൽ പാക് മിലിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പാക് മിലിറ്ററി എന്ന് പറയുന്നത് ഈ പറയുന്ന അവരുടെ GDPയുടെ ഏതാണ്ട് 3,47,000 കോടി രൂപയുടെ വരുമാനം ഒരു കൊല്ലം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ വിൽക്കുന്ന ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, അത് നിങ്ങളറിയേണ്ടത് പാൽപ്പൊടി മുതൽ ഏറ്റവും കുറഞ്ഞത് മറ്റേ ഇപ്പോൾ ഒരു ഓട്സ് വരെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അവരുണ്ടാക്കി വിൽക്കുകയും വ്യോമയാന സർവീസുകളടക്കം, മിലിറ്ററി സർവീസുകളടക്കം, സെക്യൂരിറ്റി സർവീസുകളടക്കം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് സെക്യൂരിറ്റി സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് സെക്യൂരിറ്റി വേണമെങ്കിലും അത് കൊടുക്കുന്ന ഒരു കമ്പനി അവിടെ സൈന്യം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടത്തുന്നത് ബേസിക്കലി ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ്റെ പുറത്താണ്. അത് ബഹരിയ ഫൗണ്ടേഷൻ മുതൽ ഇത്തരത്തിലുള്ള നിരവധി ഫൗണ്ടേഷൻ, ആർമിയുടെ ട്രസ്റ്റുകൾ മുതൽ നിരവധി ട്രസ്റ്റുകളിലൂടെ അടുത്ത് വരുന്നു. അതിൽ ഒരു ആർമിയുടെ ട്രസ്റ്റിന് മാത്രം നിങ്ങൾ അറിയേണ്ടത് 4,000 കോടി രൂപയുടെ അസറ്റുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള വ്യവസായം കൂടി നടത്തുന്ന വലിയ ഭീമന്മാരായിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സൈന്യമാണ് പാകിസ്ഥാൻ്റേത്. ഇനി പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. അല്ല, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഫാക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ വലിയ തോതിൽ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് പാക് സൈന്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ കമ്പനികളുടെ വളർച്ച എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. പാകിസ്ഥാൻ ആകെ കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാനിലെ 25 കോടി ജനങ്ങളിൽ ഏതാണ്ട് 90 ലക്ഷത്തിലധികം ആളുകളും രാത്രി വിശപ്പടക്കാതെ പോയി കിടന്നുറങ്ങുന്നവരാണ്. പക്ഷെ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് മിൽ ബിസിനസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി നടത്തുന്ന ബിസിനസ്സാണ്. ആ പാകിസ്ഥാൻ്റെ മിൽ ബിസിനസ്സിൽ 20% മുതൽ 30% വരെയാണ് ഗ്രോത്ത് കാണിക്കുന്നത്. കാരണം കോമ്പീറ്റ് ചെയ്യാൻ പോലും ആളുകൾ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് അവരുടെ രാജ്യത്തുള്ള ജനങ്ങളെ തന്നെ കൊള്ളയടിച്ച് പണമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അവിടെ ഈ പറയുന്ന ഭൂമി വളരെ ഇഷ്ടദാനം കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന സൈന്യത്തിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുന്ന ഭൂമികൾ എവിടെയെന്നറിയോ? ഇസ്ലാമാബാദിൽ ഈ പറയുന്ന ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റീസ് എന്ന് പറയുന്ന അവർക്ക് കിട്ടിയേക്കുന്ന ഭൂമി, അതായത് സൈന്യത്തിൻ്റെ കയ്യിലുള്ള ഭൂമി എന്ന് പറയുന്നത് ഇസ്ലാമാബാദിൽ മാത്രം 16,000 ഏക്കറാണ്. 16,000 ഏക്കർ. കറാച്ചിയിലുള്ളത് 12,000 ഏക്കറാണ്. ഇങ്ങനെ മൊത്തം സൈന്യത്തിൻ്റെ കയ്യിലുള്ള ഭൂമി യഥാർത്ഥത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃത 12% വരും. ഈ ഭൂമി തന്നെ അവർ ഹൗസിംഗ് പ്രൊജക്റ്റുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതായത് റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും വലിയ ജെയിൻ്റ് അവരാണ്. അപ്പോൾ ഹൗസിംഗ് പ്രൊജക്റ്റുകൾ പണിത സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊള്ള ലാഭത്തിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ലോകത്തൊരു രാജ്യത്തെ മിലിറ്ററിയും ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? ഇത് കൂടാതെ അവിടെ നിന്ന് ആർമിയിൽ നിന്ന് റിട്ടയറായി പോകുന്ന ആളുകൾക്ക് 240 ഏക്കർ 250 ഏക്കറൊക്കെ ഫ്രീ ആയി സൗജന്യമായി കൊടുക്കുകയാണ്. കണ്ണായ സ്ഥലം ഫ്രീ ആയി സൗജന്യമായി കൊടുക്കുകയാണ്. നിങ്ങളൊരു മേജറായി റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, കേണലായി റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നിങ്ങളൊരു ഏറ്റവും വലിയ പോസ്റ്റുകളിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് 250 ഏക്കറൊക്കെ ഫ്രീ ആയി കിട്ടാം. ഇത് കൂടാതെ
യഥാർത്ഥത്തിൽ താങ്കൾ അല്ലെങ്കിൽ പ്രേക്ഷകരൊക്കെ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പൊ വാർണർ എന്ന് പറഞ്ഞ റഷ്യയിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്, യെവ്ഗനി പ്രഗോഷിന്റെ ഒക്കെ ഗ്രൂപ്പാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പാണ്. അതായത് ലോകത്തെ ഏത് രാജ്യത്തിനും യുദ്ധം ചെയ്യാൻ ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം. നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് ഗുണ്ടകളെ വിളിക്കുന്ന പോലെ ഇവരെ വിളിക്കാം. വലിയ പണമാണ്, ഇവർ വന്ന് യുദ്ധം ചെയ്തിട്ട് പോയിക്കോളും. അപ്പൊ അത്തരത്തിൽ യെവ്ഗനി പ്രഗോഷിന്റെ കാസ്ക് ഇതുപോലെ തന്നെ പാക് മിലിറ്ററിയും ഒക്കെ തന്നെ ആളുകളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഖത്തറിലേക്ക്, സൗദിയിലേക്ക്, മറ്റ് നിരവധി രാഷ്ട്രങ്ങളിലേക്കൊക്കെ തന്നെ പാക് മിലിറ്ററി ആളുകളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്നും കൂടാതെ വലിയ തോതിലുള്ള കള്ളക്കടത്തിന്, അതുപോലെ തന്നെ ആയുധ വ്യാപാരത്തിനൊക്കെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഇവർ കോടികൾ അടിച്ചു മാറ്റുന്നുണ്ട്. ഇനി ഇതിന് തൊട്ടു മുമ്പിരുന്ന ഒരു സൈന്യാധിപനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വാജ്പേയി എന്നാണ്. ഈ വാജ്പേയിയുടെ ഫാമിലി 2016 അധികാരത്തിൽ വന്ന് 6 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത് എത്രയാണെന്നറിയാമോ? കോടിക്കണക്കിന്. അതായത് അദ്ദേഹത്തിന്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് 12 ബില്യണിൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടാക്കിയത് 6 കൊല്ലം കൊണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ മാത്രം 90 ലക്ഷം രൂപയുടെ അപ്പാർട്ട്മെന്റുകളുണ്ട്. ഓക്കെ, അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മകൻ, രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ പേര് മെഹ്റുന്നീസ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുടെ പേരിൽ മാത്രം ആഴ്ചകൾ കൊണ്ടിട്ട് 1200 മില്യൺ പാക്കിന്റെ വരുമാനം ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ അസറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഈ പെൺകുട്ടി, കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അനിയത്തിയും ബില്യണയറാണ്. അതായത് അവരുടെ കുടുംബത്തിൽ നിന്ന് 7 പേരാണ് ബില്യണയറായിട്ടുള്ളത്. അപ്പൊ എന്ത് അതിക്രമം കാണിച്ചും എന്ത് പോക്രിത്തരം കാണിച്ചും യഥാർത്ഥത്തിൽ പണം ഉണ്ടാക്കാമെന്ന് പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു സേനയാണ് പാക് മിലിറ്ററി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ തോതിൽ സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുള്ള ഒരു സേന കൂടിയാണ് പാക് മിലിറ്ററി. അതായത് അവിടെയുള്ള ജനങ്ങളെ തന്നെ കൊള്ളയടിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെ കൊള്ളയടിക്കാൻ അവർക്ക് മടിയില്ലെന്ന് മാത്രമല്ല, ഇനി നാളെ മയക്കുമരുന്നും കഞ്ചാവും ബാക്കിയുള്ള ഈ ടെററിസ്റ്റും അടക്കമുള്ള ലോബികളെല്ലാം തന്നെ അവർക്ക് ഇടനിലന്ന് അവർ കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത് ഹാജി സലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് ഗ്രൂപ്പുണ്ട്. അവരാണ് ഈ തൊട്ടടുത്തുള്ള നമ്മുടെ മറ്റേ കപ്പൽ പാതയിൽ ഏതാണ്ട് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു. 25,000 15,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു. ആ ഗ്രൂപ്പുകളെല്ലാം സംരക്ഷിക്കുന്നതിന് മിലിറ്ററിക്ക് വലിയ പങ്കുണ്ട്. ഇനി ഇത് കൂടാതെ ഏറ്റവും വലിയ അടുത്തൊരു തമാശ കൂടി നിങ്ങളോട് പറയാം. ഇപ്പൊ അൽ-ഖ്വയ്ദ നമുക്കറിയാലോ. ഈ അൽ-ഖ്വയ്ദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇവർ ഫണ്ട് മേടിച്ചിരുന്നു. ഓക്കെ, അതേസമയം തന്നെയാണ് ഇവര് ഒസാമ ബിൻ ലാദന്റെ ഇത് ഫണ്ട് മേടിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വാചകം പറയുമല്ലോ, അതായത് വാദിയുടെയിൽ നിന്നും പ്രതിയുടെയിൽ നിന്നും ഒക്കെ കൈക്കൂലി മേടിക്കുന്നതില പോലീസുകാരുണ്ടാവും എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന പണിയാണ് സൈന്യം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ, അതായത് പർവേസ് മുഷറഫ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം അന്ന് USSR ഉണ്ട്, റഷ്യ ഉണ്ട്. ആ റഷ്യ സൈന്യം കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യ സൈന്യം അവിടെ പിടിച്ചടക്കിയപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇൻസർജൻസി ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ അമേരിക്ക ഫണ്ട് ചെയ്തിരുന്നു. ഈ അമേരിക്കയുടെ കാശ് ഇവർ മേടിച്ചിട്ട് ഇവർ വഴിയാണ് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 രൂപ മേടിച്ചാൽ 10 രൂപ കൊടുക്കും, ബാക്കി 90 രൂപ ഇവർ അടിച്ചു മാറ്റും. അപ്പൊ അതേപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാക് മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്ത് നെറികേടും അവർക്ക് കാണും. അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു ഖോജ ആസിഫ് ഒരു ഇന്റർനാഷണൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഈ ഡേർട്ടി വർക്ക് എത്രയോ ഡീക്കേഡ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് US-ന് വേണ്ടിയിട്ട്, ബ്രിട്ടന് വേണ്ടിയിട്ട്. ബ്രിട്ടൻ അതിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. US-ന് വേണ്ടിയിട്ടാണ് ബേസിക്കലി. ഈ US-ഉം യൂറോപ്പും അടക്കമുള്ള നിരവധി രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇവർ ഈ ഡേർട്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഖോജ ആസിഫ് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുമല്ലോ, ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴെങ്കിലും സത്യം അറിയാതെ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലെ ഖോജ ആസിഫ് എന്ത് ചെയ്തതാണ് പറഞ്ഞു പോയൊരു സത്യമാണ്. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ടെററിസ്ഥാൻ എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ്റെ സൈന്യം അവിടെയുള്ള ജനങ്ങളെ അടക്കം ദ്രോഹിച്ചുകൊണ്ട് ഈ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഫണ്ട് ലഭിക്കുന്നതിൽ ചൈനയ്ക്കും വലിയ സ്വാധീനമുണ്ടല്ലോ. ഏത് രാഷ്ട്രമാണോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, US മുതൽ സൗദി മുതൽ മറ്റു പല രാജ്യങ്ങളും മുതലുള്ള എല്ലാ രാജ്യങ്ങളും അവർ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചൈനയും ഫണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൈന മാത്രം ഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം ചൈന ഫണ്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 2 കണ്ണെങ്കിലും ചോദിക്കുമെന്നുള്ളതാണ് നമ്മുടെ ശീലം. അതായത് ചൈന ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രമാണ്. ഹമ്പൻതോട്ട പോർട്ട് അടക്കമുള്ള ശ്രീലങ്കയിലെ പോർട്ടുകളടക്കം ചൈന ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചൈന ഒന്നും കാണാതെ ഒരിക്കലും ഫണ്ട് കൊടുക്കില്ല ചെയ്യുന്ന പാർട്ടിയല്ല. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് പറ്റിയ ഏറ്റവും നല്ല ആലി എന്ന് പറയുന്നത് ചൈനയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ഈ പറയുന്നത് എന്ത് ചെയ്യും, 2 കണ്ണെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ അവർ കൃത്യമായി അത്
ചോദിക്കും. പ്രത്യേകിച്ചും ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വരുന്നുണ്ട്, ഗ്വാദർ തുറമുഖം. ഈ ചൈന ഇപ്പൊ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഒരൊറ്റ കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ്. അപ്പോൾ ഒരു 5 ട്രില്യൺ ഇക്കോണമിയൊക്കെ ആകാൻ പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ 5 ട്രില്യൺ ഇക്കോണമി ആകാൻ പോകുന്ന രാജ്യത്തിന് ചുറ്റും തീർച്ചയായിട്ടും അവർക്കൊരു ഭീഷണി ഉണ്ടാവാതിരിക്കാൻ അവർ വലിയ തോതിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മ്യാൻമറിൽ അവർ വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിൽ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്, ശ്രീലങ്കയിൽ അവർ നേരത്തെ ഫണ്ട് ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ബേസിക്കലി ചെയ്യും. അല്ലാതെ പാകിസ്ഥാനിൽ 25 കോടി, ഒന്നാമത്തെ പിന്നെ ജനസംഖ്യയുടെ കാര്യത്തിൽ നോക്കിയാൽ പാകിസ്ഥാനിൽ വലിയ ജനങ്ങളുണ്ട്. അവിടെ പക്ഷെ വലിയ ബിസിനസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ചൈനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റുമെന്നുള്ളത്. ചൈനയുടെ ഉദ്ദേശം മുഴുവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ US ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പോലെ പല ഡേർട്ടി ബിസിനസ്സുകളും ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു പാർട്ട്ണറായി പാകിസ്ഥാൻ മാറുമെന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ കഴിയൂ. പക്ഷെ അത് തന്നെ എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. കാരണം അവിടെ ജനങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടിരിക്കുകയാണ്. മിക്കവാറും ഈ സൈന്യത്തെയും ഈ അവിടെയുള്ള ഭരണകൂടത്തെയും ഒക്കെ തൂത്തെറിയാൻ അധിക നാൾ എടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇമ്രാൻഖാൻ വേണമെന്ന് പറഞ്ഞ പ്രക്ഷോഭമാണ്. ഇമ്രാൻഖാൻ വേണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭമാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നർ അധിവസിക്കുന്ന ഒരു നഗരമാണ് പഞ്ചാബ് പ്രൊവിൻസ് എന്ന് പറയുന്നത്. ആ പഞ്ചാബിലേക്ക് ഈ പറയുന്ന സൈന്യത്തിൻ്റെ വലിയ തോതിലുള്ള ഇമേജ് ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഞ്ചാബിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ 6 കനാലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കൊണ്ടിട്ട് പ്രതിഷേധം ശമിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ബേസിക് ആയിട്ടുള്ള കാര്യം അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു നേതാവിനെ ജയിലിൽ അടച്ചുകൊണ്ടാണ് സയ്യിദ് അസീം മുനീർ ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൻ്റെയും അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമാണ്, സൈന്യത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് പാകിസ്ഥാനിൽ വലിയ കോട്ടം തട്ടിയിരിക്കുന്നു. സൈന്യം എല്ലാ കാലത്തും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജ്, രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണ്, പക്ഷെ സൈന്യമാണ് മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും കാവലാൾ എന്നുള്ളൊരു ഇമേജാണ് ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരുന്നത്. അത് പക്ഷെ തകർന്നു. അത് തകർന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞോണം അസീം മുനീർ പ്രസംഗിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു മിലിറ്ററി ചീഫാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് പാകിസ്ഥാൻ മിലിറ്ററിയെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രമായിട്ടൊന്നും കണ്ടാൽ പോരാ. യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയൊരു തീവ്രവാദ ഗ്രൂപ്പും കാശിന് വേണ്ടി എന്ത് കൊള്ളരുതായ്മയും ചെയ്യാൻ തയ്യാറുള്ള ഒരു ഗ്രൂപ്പായിട്ട് കഴിഞ്ഞ ദിവസം മോദി ജനങ്ങളെ അഭിസംബോധനയോട് പറഞ്ഞത് ആഗോള ഭീകരവാദത്തെ തുരത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാണ്. ഈ ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നത് ഈ പാകിസ്ഥാനല്ലേ? ആഗോള ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് നമുക്ക് പാകിസ്ഥാൻ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അതിൽ കാണേണ്ട മറ്റൊരു വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മതരാഷ്ട്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കും ചിലപ്പോൾ, പക്ഷേ മതരാഷ്ട്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ചും ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, അവിടെ എല്ലാം തന്നെ ഈ തരത്തിലുള്ള രീതികൾ നമുക്ക് കാണാം. കാരണം അവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസവും ഇല്ല. മനസ്സിലായോ? ഈ പാകിസ്ഥാന്റെ ഭരണഘടനയിൽ തന്നെ കൃത്യമായി എഴുതി വെച്ചേക്കുന്നത് പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ഹോണസ്റ്റും അതുപോലെ തന്നെ നീതിമാനുമായിരിക്കണമെന്നാണ്. മനസ്സിലായോ? പക്ഷേ ഈ ഹോണസ്റ്റ് നീതിമാനും ആകണമെന്ന് ഒരു നിർബന്ധവും അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കില്ല. കാരണം അവർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ഇപ്പം രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾ വിട്ടേക്കും. ഇപ്പം താലിബാൻ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ കാണുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് 80% ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുകയും ലോകത്ത് മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് അവരാണ്. ഇറാനിൽ എന്താണ് കാണുന്നത് പറഞ്ഞാൽ എല്ലാ മനുഷ്യത്വങ്ങളും ലംഘിച്ചുകൊണ്ടാണ്, അതായത് ഹിജാബിൻ്റെ ഈ പറയുന്ന പോലെ ഡ്രസ്സിൻ്റെ ഒരു സൈഡൊന്ന് മാറിക്കിടന്നതിന് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അപ്പം അത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മതപരമായ ചട്ടക്കൂടുകൾക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കാനുള്ള തന്ത്രങ്ങളാണ് മിക്ക രാഷ്ട്രങ്ങളിലും. പകരം അവിടെ കൊള്ളയും കൊലയും നടത്തി ഇവർക്ക് കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇനി ഞാനിതിപ്പോൾ ദീർഘിപ്പിച്ചു പോകുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയാം. ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ജീവിതം മിക്കവാറും തന്നെ വലിയ പണം ഉണ്ടാക്കിയതിന് ശേഷം ലോകത്ത് മുതലാളിത്ത രാജ്യങ്ങളെന്നറിയപ്പെടുന്ന വളരെ ലിബറലായി നടക്കുന്ന അമേരിക്കയും UK പോലെയുള്ള രാജ്യങ്ങളിൽ ആണ്. ഇപ്പൊ നവാസ് ഷെരീഫ് ഇപ്പൊ ഷഹബാസ് ഷെരീഫിന്റെ ചേട്ടൻ നവാസ് ഷെരീഫ് വലിയ തോതിൽ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ച് ലണ്ടനിൽ താമസിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ വെറും പൊള്ളയായ അവകാശവാദങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം പണവും ലക്ഷറി ആയിട്ടുള്ള ജീവിതവും മാത്രമാണ്. ഈ സമയത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ദീപിക പത്രം അവരുടെ ഒരു എഡിറ്റോറിയലിൽ എഴുതി 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ്, അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമായിട്ട് അത് തീരും എന്ന്.
ഈ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന ഒരു വാക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിക അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുസ്ലിം ഭീകരർ എന്നൊക്കെ വിളിക്കുന്നതിന്റെ പ്രശ്നം നമ്മളൊരു മുസ്ലിം ഭീകരർ തെറ്റാണ്. അല്ല, തെറ്റാണ്. ഇസ്ലാമിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി ചേർത്ത് വിളിക്കുമ്പോൾ പോലും സാധാരണക്കാരായ മഹാഭൂരിപക്ഷ ആളുകളും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? മുസ്ലിങ്ങൾക്കെതിരെ ഒരിക്കലും അല്ല. അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നാട്ടിലുള്ള 90% മുസ്ലിങ്ങളും ഒന്നും അറിയാതെ പാവപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നവരാണ്. ഇതിനൊക്കെ എതിർക്കുന്നവരാണ്. പാകിസ്ഥാനിലെയും മഹാഭൂരിപക്ഷ ആളുകൾ പാവങ്ങള് വിശപ്പും 1 കിലോ ചിക്കൻ 850 കൊടുത്ത് മേടിക്കാൻ കഴിവില്ലാതെ എന്ത് ചെയ്യുന്നവരാണ്, പട്ടിണി കിടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ലോകത്തെല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗം ആളുകൾ അവരുടെ കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ലോകത്തിന് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഭീഷണിയാണ്. ആ ഭീഷണിയാണെന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനും IS മുതൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രവും. പക്ഷെ പാകിസ്ഥാനും അതിനകത്തൊരു വലിയ കുഴപ്പമുണ്ട്. പാകിസ്ഥാനും ഇപ്പൊ താലിബാനും ഒക്കെ കാരണം അവരൊരു രാജ്യം ഭരിക്കുന്നതായതുകൊണ്ട് നമ്മളവരെ ഭരണകർത്താക്കൾ എന്നുള്ള നിലക്ക് പലപ്പോഴും എല്ലാ സൗകര്യവും കൊടുത്താണ് കാണുന്നത്. മനസ്സിലായോ? അതുപോലും ഡേഞ്ചറാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. തീർച്ചയായിട്ടും.